വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 14 അധ്യായം 8 വാക്യം. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിനു ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. വിശുദ്ധ പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് 2 തരത്തിലാണ് അറിവ് ലഭിക്കുന്നത്. ഒന്നാമത് വിശുദ്ധ ലൂക്കോസിന്റെ കണ്ണിലൂടെ കാണുവാൻ കഴിയുന്നവ, അതായത് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നവ. അവ ലൂക്കോസ് ആകുന്നുവല്ലോ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തേത് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ. ഇതിൽ ആദ്യത്തെ തരത്തിൽ വരുന്ന വേദഭാഗത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. ജന്മനാ മുടന്തനായ ലുസ്ത്രക്കാരനെ പൗലോസ് സൗഖ്യമാക്കുന്നു. മുടന്തനും വേദപുസ്തകത്തിൽ പേര് പരാമർശിച്ചിട്ടില്ലാത്തതുമായ ഈ വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് വചന കേൾവിയിൽ നിന്ന് വിശ്വാസം ആരംഭിച്ച വ്യക്തി. മുടന്തനായ ഈ വ്യക്തി ലുസ്ത്ര എന്ന പട്ടണക്കാരനായിരുന്നു. ദക്ഷിണ ഗലാത്യയിലെ ലുക്കോവോന്യ എന്ന നാട്ടിലെ ഒരു വലിയ പട്ടണമായിരുന്നു ലുസ്ത്ര. ഈ പട്ടണത്തിലൂടെ അന്ത്യോക്യയിലേക്ക് പോകുന്ന ഒരു രാജപാതയുണ്ടായിരുന്നു. ഇവിടുത്തെ ദേശനിവാസികൾ വിഗ്രഹാരാധനക്കാരായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ പട്ടണത്തിൽ യഹൂദന്മാരും ഉണ്ടായിരുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇവിടെ പൗലോസിന്റെ പ്രസംഗം കേൾക്കുവാൻ വന്നവരിൽ മുടന്തനായ ഈ വ്യക്തിയും ഉണ്ടായിരുന്നു. അതുവരെ കർത്താവിൽ വിശ്വാസമില്ലാതിരുന്ന വ്യക്തി ഒറ്റ പ്രസംഗം കേട്ടതിലൂടെ വിശ്വാസിയായിത്തീരുന്നു. തൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന മനുഷ്യനെ പൗലോസ് അവിടെ ഉറ്റുനോക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ വാത്സല്യപൂർവ്വം നോക്കിയപ്പോൾ പൗലോസിന് ഒരു കാര്യം ഉറപ്പായി. അതുവരെ നടക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും, കാലിന് ഒട്ടും സ്വാധീനമില്ല എങ്കിലും സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം അവന് വിശ്വാസ ബലം ഉണ്ട് എന്ന് പൗലോസിന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. സൗഖ്യം നൽകുവാൻ ഉടയവനായ ദൈവത്തിന് കഴിയും എന്ന വിശ്വാസം ഉള്ളിൽ വഹിക്കുന്ന 2 പേരുടെ വിശ്വാസ സംഗമവേളയായി തീരുന്നു ആ നോട്ടം. പ്രിയമുള്ളവരെ, വചന കേൾവി വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒന്നായി തീരണം. റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം 17 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. രണ്ടാമതായിട്ട് യഥാർത്ഥ വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിച്ച വ്യക്തി. ഇവിടെ ആ മനുഷ്യന്റെ വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് അല്ലായിരുന്നു. ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വെച്ച് തന്നെ തനിക്ക് സൗഖ്യം ലഭിക്കും എന്ന വിശ്വാസം അവനുണ്ടായിരുന്നു. അത് അവൻ്റെ പ്രവൃത്തിയിലൂടെ, അഥവാ അതിനുള്ള സൗഖ്യം നേടിയെടുക്കുവാനുള്ള തയ്യാറെടുപ്പിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 10 വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും: സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇത്തരത്തിൽ അവൻ്റെ കിടപ്പിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ ഇരിപ്പിൽ നിന്നും എഴുന്നേൽക്കുവാനുള്ള അവൻ്റെ ആ തയ്യാറെടുപ്പുകൾ അവനെ സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ്റെ വചന കേൾവിയും വിശ്വാസവും അവനും മറ്റുള്ളവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു. ഇന്ദ്രക്ഷേത്രമുണ്ടായിരുന്ന ഒരു പട്ടണമായിരുന്നു അത്. അങ്ങനെ വിഗ്രഹാരാധികളായിരുന്ന ഒരു സമൂഹത്തിന് മധ്യത്തിൽ അവന് സൗഖ്യം ലഭിക്കുകയാണ് ചെയ്യുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. ഇവിടെ മുടന്തനായ വ്യക്തി അവൻ്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എൻ്റെ വിശ്വാസത്തോടൊപ്പം എൻ്റെ പരിശ്രമവും ഇന്ന് ആവശ്യമാണ്. വിശ്വാസം ഹൃദയത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതായിട്ടുള്ള ഒന്നല്ല. അത് പ്രവൃത്തിയിലൂടെ നമ്മൾ തെളിയിക്കണം. അത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ ദൈവത്തെ പുകഴ്ത്തുന്ന അനുഭവം ഉണ്ടാകണം. അതിനാൽ പ്രിയമുള്ളവരെ, വചന കേൾവിക്കായി നമുക്ക് സമയം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാം. അതിലൂടെ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ സാക്ഷ്യ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രിയ കർത്താവെ, മുടന്തനായ ഈ മനുഷ്യനെ പോലെ ഞങ്ങളുടെ വചന കേൾവിയും വിശ്വാസവും ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കണമേ. ആമേൻ.